നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രേയ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വാ, വന്ന് കഴിക്കേ. വേണ്ട മമ്മി, വിശപ്പില്ലേ നിനക്ക്? നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർത്താ വിശപ്പും ദാഹമൊന്നും ഉണ്ടാവില്ല മമ്മി. അതിനിപ്പോ എന്തുണ്ടായെന്നാ? എന്റെ ഉള്ളിലെ ദേഷ്യം അടങ്ങുന്നത് വരെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാ. നീ വിചാരിച്ച പോലെ കല്യാണം നടക്കാൻ പോവല്ലേ? പിന്നെ എന്തിനാ ഓരോന്ന് വിചാരിച്ച് മനസ്സ് വേദനിപ്പിക്കുന്നത്? മനസ്സിന് വേദനയൊന്നുമില്ല മമ്മി, ദേഷ്യം മാത്രം. മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഹേമാന്റി വിളിച്ചിരുന്നു. എന്റെ കല്യാണക്കാരൻ പറഞ്ഞവിടെ വഴക്കുണ്ടായി. ആ ദേഷ്യത്തിൽ അരവിന്ദ് ചാരുവിനെ എടിയെന്ന് വിളിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന ആകാശ് അരവിന്ദനെ തല്ലി. മമ്മി എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ ഞാനിത് കേട്ട് ടെൻഷൻ ആവണോ? ഇത് ടെൻഷൻ ആവേണ്ട കാര്യം തന്നെയാ. ഇതെല്ലാം കേട്ടിട്ട് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോകുന്ന മമ്മിക്ക് തോന്നുന്നില്ലേ? ഇല്ല മോളെ, ഒന്നും പാളിപ്പോകുകയില്ല. നമ്മൾ എന്ത് വിചാരിച്ചോ അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. ആകാശിന്റെ വീട്ടിലെ ഒരാളും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കരുതെന്നല്ലേ നമ്മുടെ ആഗ്രഹം. കല്യാണം കഴിഞ്ഞ് നീ അവിടെ ചെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പോഴും ഇവിടെ ഇരുന്ന് നീ ചെയ്തോണ്ടിരിക്കുന്നേ. അത് മനസ്സിലാക്കി നീ സന്തോഷിക്കുകയല്ലേ വേണ്ടേ മോളെ? അതെനിക്ക് മനസ്സിലായി മമ്മി. ചേട്ടനും അനിയനും ഇപ്പോഴേ അടി തുടങ്ങി, അതിലും ഞാൻ ഹാപ്പിയാ. പക്ഷേ അരവിന്ദനെ തല്ലാനുള്ള ധൈര്യം ആകാശിന് എവിടെ നിന്നുണ്ടായി? അതിന് കാരണം ചാരുവ. അവളാ ആകാശിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. എന്റെ കല്യാണം മുടക്കാൻ ചാരുവിനെ എന്തെങ്കിലും ചെയ്യൂന്നോർത്ത് എനിക്ക് ടെൻഷനുണ്ട്. അവൾ ഒരടി മുന്നോട്ട് പോകുമ്പോ അത് കവർ ചെയ്ത് 10 അടി എനിക്ക് മുന്നോട്ട് പോണം. നിന്നെ കൊണ്ട് അതിന് പറ്റും മോളെ. ആ വീട്ടിലെല്ലാരും പരസ്പരം തല്ലി ചാവണം. ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആകാശം, അതിന് വഴിയൊരുക്കിക്കൊടുത്ത അവന്റെ അച്ഛനും സമാധാനത്തോടെ ഉറങ്ങരുത്. ഉറങ്ങാൻ മാത്രമല്ല, സമാധാനത്തോടെ മരിക്കാൻ പോലും ഞാൻ അനുവദിക്കില്ല. ഉറങ്ങിയില്ലേ? ഞാനത് ബാലമാമനോട് ചോദിക്കാൻ വന്നതാ. മാമനെന്താ ഉറങ്ങാത്ത? ഇവിടെ വന്നിരുന്ന് ഓരോന്ന് ആലോചിക്കുന്ന എന്തിനാ? വന്ന് ഉറങ്ങാൻ നോക്ക്. ഉറക്കം വരുന്നില്ലേ മോളെ? ഇപ്പൊ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടാവും. ഇവിടെ മാത്രം എന്താ മോളെ ഇങ്ങനെ? ആരുടെ ഉള്ളിലുള്ള കാര്യം നമുക്കറിയില്ലല്ലോ, സന്തോഷാണോ സങ്കടാണോന്നൊന്നും. ശരിയാ മോളെ, പക്ഷെ ആലോചിച്ച് നോക്കിയാ നമ്മുടെ വീട് മാത്രം ഉറങ്ങാത്തെന്നാ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് ഉറങ്ങാതിരുന്നല്ല ശരിയാവോ? ഇല്ല മോളെ, അറിയാം. എല്ലാം എങ്ങനെ ശരിയാക്കിയെടുക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. നമ്മളെ കൊണ്ടാവാത്ത കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഞാൻ അതും ആലോചിച്ചു മോളെ. ദൈവങ്ങൾക്ക് പോലും ആശങ്കയാണെന്ന് തോന്നുന്നു നമ്മളെ സഹായിക്കാൻ. അതൊക്കെ വെറും തോന്നലുകളാ ബാലമാമേ. ഒരുപാട് പരീക്ഷിക്കില്ല നമ്മളെ. അവന് ശ്രേയയുടെ കല്യാണാലോചന വന്നത് മുതൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ പെയ്തൊഴിയാതെ വന്നുകൊണ്ടിരിക്കല്ലേ. ഏമയുടെ അരവിന്ദിന്റെയും വർത്താനം നീയും കേട്ടതല്ലേ? അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരു മകനെ അച്ഛൻ വഴക്ക് പറയുന്നത് അവൻ നന്നാവാൻ വേണ്ടിയാ. അതേ മകൻ അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ
അവ ഒരിക്കലും നന്നാവില്ല എന്നാണ് അർത്ഥം. അങ്ങനൊന്നും പറയല്ല ബാലമാമേ. ഞാൻ അരവിന്ദനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. മാതാപിതാക്കളോട് വഴക്കിട്ട മക്കൾക്കൊരിക്കലും അത് നല്ലതായിരിക്കില്ല. ശാപം തനിയെ വന്നു കയറും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാ മോളെ? കല്യാണം എന്ന് പറഞ്ഞാൽ അത് സന്തോഷവും സമാധാനം കൊണ്ടുവരണം. അതില്ലാത്തൊരു കല്യാണം എന്തിനാ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊന്നും അരവിന്ദന്റെ ഹേമയുടെ മനസ്സ് മാറ്റാത്തത് എന്താ? ഇതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. ബാലമാമേ, എനിക്കറിയില്ല മോളെ. എന്തോ ഒരു വലിയ വിപത്ത് വരാൻ പോകുന്ന പോലെ എന്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ആ വിപത്തെന്ന് ചോദിച്ചാ അതിന് ഉത്തരം എന്റെ കയ്യിലില്ല. നമ്മളെ വേദനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവരുടെ ലക്ഷ്യം നമ്മുടെ മനസ്സമാധാനം കളയാന്നുള്ളതാ. അതിൽ നമ്മൾ വീഴരുത്. ഉറങ്ങാതെ കണ്ണ് കലങ്ങിയിരുന്ന അവരുടെ ലക്ഷ്യം വിജയിച്ചതുപോലെയാവും. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അവരെന്ത് ചെയ്താലും നമ്മളെ ബാധിക്കില്ലെന്ന് കാണിച്ചു കൊടുക്കണം. അതെങ്ങനെയാ മോളെ? നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം. നമുക്ക് നല്ലതേ നടക്കുമെന്ന് ചിന്തിക്കണം. ബാലമാമ ഉറങ്ങാൻ നോക്ക്. നാളെ മുതൽ നല്ലതേ നടക്കുമെന്ന് ചിന്തിച്ചാൽ മതി. ഈ സമയം കടന്നു പോകും. മോളോട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞു. കുറഞ്ഞല്ലോ. എന്നാ വാ, ബാലമാമ വന്ന് കിടക്കാൻ നോക്ക്. മോളും വാ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട രണ്ടുപേർ അവർ ആപത്തിലാണ്. ഭയപ്പെടേണ്ട, എല്ലാത്തിനെയും മറികടക്കാൻ സാധിക്കും. കുലദേവതയെ ഉപാസിക്കുക. തറവാടിന് ക്ഷേത്രമുണ്ടോ? ഉണ്ട്. അവിടെ ചെന്ന് ഉപവസിക്കണം.